സഹകരണ പ്രസ്ഥാനത്തിനെതിരെയുള്ള ബോധപൂർവമായ കടന്നാക്രമണം രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്ന് മന്ത്രി പി രാജീവ്. ആലുവ സർക്കിൾ സഹകരണ യൂണിയന്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെട്ടിടം രൂപകൽപ്പന ചെയ്ത അന്തരിച്ച ഷെൽന നിഷാദിനുള്ള ആദരവ് കുടുംബാംഗങ്ങൾ ഏറ്റുവാങ്ങി. MLA അൻവർ സാദത്തിന്റെ അധ്യക്ഷതയിലാണ് ആലുവ സർക്കിൾ സഹകരണ യൂണിയന്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. സഹകരണ പ്രസ്ഥാനത്തിനെതിരെയുള്ള ബോധപൂർവമായ കടന്നാക്രമണം രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി ചേർക്കണമെന്ന് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി പി രാജീവ് പറഞ്ഞു. എല്ലാവരും വിളിച്ചൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ചാണല്ലോ പറഞ്ഞാൽ പോലും നിയമപ്രകാരമാണോ ഇല്ലയോ എന്നൊക്കെ നോക്കി കൃത്യമായി കൊടുക്കേണ്ട ഉത്തരവാദിത്വം അതാത് സംവിധാനങ്ങൾക്കാണ്. എന്നാൽ അപൂർവം ചിലയിടങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നം സഹകരണ പ്രസ്ഥാനത്തിനെതിരെ ഉപയോഗിക്കാൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കുന്നതിൽ ഒറ്റക്കെട്ടായി തന്നെ എല്ലാവരും നിലകൊള്ളുന്നു എന്നത് ഏറെ ആത്മവിശ്വാസം പകരുന്ന ഘടകമാണ്. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ മനോജ് കെ വിജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആലുവ നഗരസഭാ ചെയർമാൻ MO ജോൺ, സർക്കിൾ ആലുവ സഹകരണ യൂണിയൻ ചെയർമാൻ KA ചാക്കോച്ചൻ, ശ്രീലത രാധാകൃഷ്ണൻ, ജോസാൻ ഫ്രാൻസിസ് തോപ്പിൽ, TM മാത്യു, VM ശശി, NC ഉഷാകുമാരി, അജീഷ് ജോസ്, PV ബിജു എന്നിവർ സംസാരിച്ചു. കെട്ടിടം രൂപകൽപ്പന ചെയ്ത ഷെൽന നിഷാദ് അന്തരിച്ചതിനാൽ അവർക്കുള്ള ആദരവ് കുടുംബാംഗങ്ങൾ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഒഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.